മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ന് ചർച്ച. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച നിർണായക യോഗം ഇന്നാണ്. വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. പ്രദേശവാസികൾക്ക് ഭൂമിയിന്മേലുള്ള അവകാശം എങ്ങനെ പുനഃസ്ഥാപിക്കാമെന്നാണ് സർക്കാർ പരിശോധിക്കുന്നത്. മന്ത്രിതല ഉപസമിതി രൂപീകരിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പത്തുകാർ. നവമി ദിനേശ്, നവമി, വളരെ നിർണായകമാണ് ഇന്നത്തെ ചർച്ച. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുമ്പോൾ പ്രതീക്ഷ പുലർത്തുന്നുണ്ടല്ലോ സ്വാഭാവികമായും, അല്ലേ മുനമ്പത്തുകാർ? തീർച്ചയായും എൽദോ, ഇവരെല്ലാം പൂർണ്ണ വിശ്വാസത്തിലാണ്. ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിന് ശേഷം ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. 41ാം ദിവസമാണ് ഈ നിരാഹാര സമരം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ നിയമ, റവന്യൂ, വഖഫ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വഖഫ് ബോർഡ് ചെയർമാനും വകുപ്പ് സെക്രട്ടറിമാരും ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കും. ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുൻപ്, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഒരു റവന്യൂ വകുപ്പ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഇന്ന് ചേരുന്ന യോഗത്തിൽ സമർപ്പിക്കും. അതോടൊപ്പം തന്നെയാണ് ഫറൂഖ് കോളേജിന് ലഭിച്ച ഭൂമി പിന്നീട് പ്രദേശവാസികൾക്ക് കൈമാറിയതുമായി ബന്ധപ്പെട്ട രേഖകളും പരിശോധിക്കപ്പെടും. അങ്ങനെ എല്ലാവിധത്തിലും വഖഫ് ബോർഡ് ചെയർമാൻ പറഞ്ഞത് വഖഫ് ബോർഡിന്റെ കൈവശമുള്ള രേഖകളും ഇന്നത്തെ യോഗത്തിൽ സമർപ്പിക്കുമെന്നാണ്. അങ്ങനെ എല്ലാ രേഖകളും പരിശോധിച്ച ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഇന്ന് ഈ ഒരു യോഗത്തിന് ശേഷമുള്ള ഒരു തീരുമാനം എടുക്കുക. അതോടൊപ്പം തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് വിഷയം പഠിക്കുന്നതിനായി മന്ത്രിതല ഉപസമിതി രൂപീകരിക്കുന്ന കാര്യവും എല്ലാം സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. എന്തായാലും 41ാം ദിവസത്തിൽ രാവിലെ തന്നെ 9 മണിയോടുകൂടി തന്നെ ഈ നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നും ഇവർക്ക് പിന്തുണയുമായി വിവിധ രൂപതകളിലെ ബിഷപ്പുമാർ ഉൾപ്പെടെ ഇവിടെ എത്തുകയും ചെയ്യും. നമുക്കറിയാം, ഇവിടെ പ്രായഭേദമന്യേ എല്ലാവരും തന്നെ വന്ന് സമരമിരിക്കുന്ന, അല്ലെങ്കിൽ ഇതിനൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോഴും പ്രായമായ ഒരു അമ്മ ഉൾപ്പെടെ ഇരിപ്പുണ്ട്. അമ്മ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട്. അതിൽ വിശ്വാസമല്ലേ? ആശങ്കയുണ്ട്, വിശ്വാസമുണ്ട്, ആശങ്കയുമുണ്ട്. അത് ഏത് തരത്തിൽ തീരുമെന്നുള്ള ആശങ്കയുണ്ട്. കാരണം അവർ റിസോർട്ടുകളെ അവകാശപ്പെട്ടു ഞങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തീരുമാനമാണെങ്കിൽ അത് ഞങ്ങളെ ബാധിക്കണമാണ്. സർവേ നമ്പറിൽ പെട്ടത് തന്നെയാണ് ഈ റിസോർട്ടുകൾ, ഞങ്ങളുടെ ഭൂമി തന്നെയാണ്. ഇത് യാതൊരു കാരണവശാലും ഫറൂഖ് കോളേജിന് പോലും അവകാശമില്ലാത്തൊരു ഭൂമിയാണ്, കടൽ വെച്ച ഭൂമിയാണ്. അവർ 446 ഏക്കർ അവർക്ക് ഉണ്ടായെങ്കിൽ അത് കടലെടുത്ത് നഷ്ടപ്പെട്ടു പോയ ഭൂമിയാണ്. പക്ഷേ ഇത് കടൽ വെച്ച ഭൂമി, ഞങ്ങളുടെ കാരണന്മാരായിട്ട് ജീവിച്ചു വന്ന ഭൂമി, ഞങ്ങൾ ഒരുപാട് കഷ്ടതയിലൂടെ നേടിയെടുത്ത ഭൂമി. ലാസ്റ്റ് ഒരു ഒത്തുതീർപ്പിൽ ഞങ്ങൾക്ക് അവരോട് മല്ലിടാനുള്ള പണത്തിന്റെ ശക്തി ഇല്ലാതെ കൊണ്ടാണ് കേസ് മുന്നോട്ട് പോകാഞ്ഞത്. അതൊരു തീർപ്പ് പോൾ വക്കീലുണ്ടാക്കിയത് കോടതിക്ക് പുറത്താണ്. അത് കോടതി ഉൾപ്പെട്ടുകൊണ്ടാണ് ഒരു തീർപ്പ് ഉണ്ടായെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഈ ബുദ്ധിമുട്ടില്ല. എൻ്റെ 40 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ആധാരം രജിസ്റ്റർ ചെയ്യണം. എനിക്കിപ്പോൾ 76 വയസ്സായി. 36 കൊല്ലങ്ങൾ രേഖമൂലം സർവ റവന്യൂ അവകാശങ്ങളും കൈവശീകരിക്കണ ഞങ്ങൾക്കാണ് ഇന്ന് ഈ ബുദ്ധിമുട്ട് വന്നേക്കണം. ഇതിന് ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ തലമുറ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ അവകാശം ഉന്നയിച്ച ഞങ്ങളെന്ത് ചെയ്യും, ഞങ്ങളുടെ മക്കളെന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് ഈ വഖഫ് എന്ന നിയമം പൂർണ്ണമായി റദ്ദ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തീർപ്പ്, പൂർണ്ണ അവകാശത്തോടുകൂടിയുള്ള ഒരു തീർപ്പ് ഈ ദേശത്തുനിന്ന് തന്നെ ഇവരുടെ അവകാശവാദം നീക്കിക്കൊണ്ടുള്ള ഒരു തീർപ്പിനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഉണ്ടാകും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കണം. അതിനൊപ്പം ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. കേരളത്തിനെ ഭരിക്കണ മുഖ്യമന്ത്രി ഈ കേരളത്തിന്റെ തലവനാണ്, ഞങ്ങളുടെ കുടുംബ തലവനാണ്. ശാശ്വതമായ ഒരു തീരുമാനം അവിടെ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എൽദോ, അത് തന്നെയാണ്. നിരവധി ചോദ്യങ്ങൾ അതിനോടകം തന്നെ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഒരു റവന്യൂ അവകാശങ്ങൾ അവർക്ക് പുനഃസ്ഥാപിക്കുക, വഖഫ് ഇവിടെ ഉന്നയിക്കുന്ന വാദങ്ങളെല്ലാം അതിൽ നിന്നൊക്കെ അവസാനിപ്പിക്കുക, അതിൽ നിന്നൊക്കെ പിന്മാറുക, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഇവരുടെ ഒരു ആശങ്ക, വരും തലമുറയ്ക്ക് ഇപ്പോഴൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ വരും തലമുറ കൂടി ഇതിന്റെ ഒരു കാര്യം അനുഭവിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ വലിയ വിശ്വാസമല്ലേ? വിശ്വാസമുണ്ട്.
100% ഞങ്ങൾ വിശ്വസിച്ച് തന്നെയാണ് ഈ സമയം വരെയും ആ 4 മണി വരെയും കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി തന്നെ, അതായത് മുൻകാല പ്രാബല്യത്തിൽ കൂടെ തന്നെ ഉള്ളൊരു നിലപാട് നമ്മുടെ മുഖ്യമന്ത്രി എടുക്കും എന്നുള്ളൊരു നല്ല വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. എൽദോ, ഈ ചേച്ചിയൊക്കെ തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇവിടെ എല്ലാം ഇവര് ഈ മുനമ്പ നിവാസി തന്നെയാണ്. ഇവർക്കൊക്കെ വലിയ ഒരു വിഷമമുണ്ട്. എങ്കിൽ പോലും ഇന്നത്തെ യോഗത്തിൽ വലിയ സന്തോഷവും വലിയ പ്രതീക്ഷയും തന്നെയാണ് ഇവർ ഓരോരുത്തരും പങ്കുവെക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ് മുനമ്പത്തുകാർ. അസമര പന്തലിൽ ആ പ്രതീക്ഷയുടെ ഭാവം അവരുടെ മുഖങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യുന്നതിനൊപ്പം ചേച്ചി പറഞ്ഞതുപോലെ ഒരു ആശങ്കയുമുണ്ട് എങ്ങനെ ഇത് പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ. എന്നാലും നമുക്ക് മുനമ്പത്തുകാർക്കൊപ്പം നിൽക്കാം. അവർ പ്രതീക്ഷ അത് സാധ്യമാകട്ടെ എന്ന് കരുതുകയും ചെയ്യാം. വാർത്താ